നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് അവർ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചിട്ടുള്ളത്. അലക്സിസ് മാക്കാലിസ്റ്റർ, കോഡി ഗാക്പോ എന്നിവരാണ് ഈ മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ഗോളുകൾ നേടിയത്. നിലവിൽ റയൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി 3 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പരിക്ക് തന്നെയാണ്. പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ കളിച്ചിരുന്നില്ല. ഏതായാലും ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിലും പരിക്ക് റയലിനെ അലട്ടിയിട്ടുണ്ട്. അവരുടെ മധ്യനിരയിലെ ഫ്രഞ്ച് സൂപ്പർ താരമായ കമവിംഗക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ മസിൽ ഇഞ്ചുറിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 2-3 ആഴ്ച അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. ഗെറ്റാഫെ, അത്ലറ്റിക് ക്ലബ്ബ്, ജിറോണ എന്നിവർക്കെതിരെയുള്ള ലീഗ് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. അതുപോലെ തന്നെ ഡിസംബർ 10 ചാമ്പ്യൻസ് ലീഗിൽ അറ്റ്ലാന്റയ്ക്കെതിരെ ഒരു മത്സരം റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ട്. ആ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളതാണ്. അതേസമയം 14 റയോ വല്ലക്കാനക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. കമവിംഗയെ കൂടാതെ അലാബ, മിലിറ്റാവോ, കാർവഹൽ, വിനീഷ്യസ് ജൂനിയർ, ചുവാമെനി, റോഡ്രിഗോ എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ലാതെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവരെ പിറകോട്ട് വലിക്കുന്ന കാര്യവും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.